രാത്രി 12 മണിക്ക് അങ്ങാടിയിൽ വർത്താനം പറഞ്ഞു നിൽക്കുമ്പോഴാണ് മൂന്നാർ പോയാലോ എന്നുള്ള ഒരു ചിന്ത വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്തു. കാരണം ഒന്നല്ല, സ്കൂട്ടി എടുത്താണ് പോയത്. പെട്രോൾ കയറ്റിക്കാണ്ട് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചുട്ടാ. മൂന്നാർ പോകുമ്പോൾ ഏത് റോഡ് കൂടി പോകണം എന്നുള്ളതും കൂടി പറഞ്ഞുതരാം. പാലക്കാടൊക്കെ എത്തുന്ന മുമ്പ് 2 മണി ആയപ്പോൾ ചായ കുടിക്കാൻ ഒരു പൂതി. എല്ലാവർക്കും ഓരോ ചായ വെച്ചോണ്ട് പറഞ്ഞു. പൂരം കഴിഞ്ഞിട്ട് വെടിയിട്ടിച്ചോ എന്ന് പറഞ്ഞ പോലെ ആയത്. ചായ കുടിച്ചതിന് ശേഷം കടിയെത്തുണ്ട്. എന്തായാലും ഫ്രഷ് ആയതുകൊണ്ട് ചൂടുണ്ട്. അനിയത്തിന്റെ പേരറിയില്ല, ഞാനൊരു സമൂസ എടുത്തു. അതൊക്കെയാണ് കഴിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. പാലക്കാട് ഹൈവേ കയറി കണ്ട് നമ്മൾ മധുര വഴി കണ്ടിട്ട് പോണ്ട്. നല്ല വൈബുണ്ട്, നല്ല തണുപ്പുണ്ട്. ഡിസംബറിൽ എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് ഇടാൻ നേരം കിട്ടിയത്. മധുര വഴി മൂന്നാർ പോകുമ്പോഴാണ് നമുക്ക് കാടൊക്കെ കയറി കണ്ട് പോകാൻ പറ്റുള്ളൂ. എലിഫന്റ് സോൺ പറഞ്ഞ ഒരു ബോർഡ് കണ്ട് എലിഫന്റ് പോയിട്ട് ഒരു എലിന് പോലും കാണാൻ പറ്റില്ല. റബ്ബറൈസർ ചെയ്തിട്ടുള്ള നല്ല റോഡ്. പക്ഷേ കുറച്ചാണ് പോയപ്പോ ഭയങ്കര ബ്ലോക്ക്. അപ്പൊ അവിടെ നിന്ന് ഒരു കാർന്ന ഒരാള് കയ്യും കാലിട്ട് അടിച്ചു കണ്ട് അവിടേക്ക് പോകണ്ടാന്ന്. ചെറിയ സ്വരത്തിൽ വലിയ ലാക്കിന്റെ ലോറി കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിന്റെ അപ്പുറം കിടക്കണമെങ്കിൽ ഈ ഒരു സ്പേസ് ഉള്ളൂ. ആയിക്കൂടെ കുത്തി കൊളിച്ചിട്ട് എടുത്ത് നമ്മളോടെ കളി. കുറെ വലിയ വണ്ടിക്കാർ അവിടെ പെട്ടെടുക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് സങ്കടമായി. ഇവിടുന്ന് നീ എപ്പോ ഊരി പോരാനാവോ. ഇവിടെയാണ് ആ ലോറി കുടുങ്ങിയ സ്ഥലം. മടക്കയാത്ര ഇതിലൂടെയോ, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റി. ഈ റൂട്ട് കൂടെ പോയാലേ കേരളത്തിൽ കൂടെ വന്ന് പിന്നെ തമിഴ്നാട്ടിൽ കയറി പിന്നെയും കേരളത്തിക്കാൻ ചേടാ. തമിഴ്നാട്ടിലെ റോഡിന്റെ അവസ്ഥ തമിഴ്നാട്ടിലെ റോഡും കേരളത്തിലെ റോഡും നല്ല മാറ്റമുണ്ട്. കേരളത്തിൽ ചാടിയപ്പോണ്ടല്ലോ അമ്പും കുഴിയും മാത്രം. കേരള ബോർഡർ കടന്ന് ഒരു അരമണിക്കൂറായപ്പോ സൂര്യൻ ഉദിക്കാൻ തുടങ്ങി. ആ മോർണിംഗിൽ ഒരു വൈബ് കിടിലൻ. ഈ റൂട്ട് കൂടെ KSRTC ഒക്കെ പോണ്ടിട്ടാ. നല്ല തണുപ്പത്ത് ബൈക്കുമ്പോൾ ഇങ്ങനെ പോണം. എന്തായാലും പോകുമ്പോ നല്ല വീഡിയോ ഒക്കെ എടുത്താണ്ട് സെറ്റ് ആക്കി. കുറച്ചും കൂടി പോയപ്പോ നല്ല വാട്ടർഫാൾസ് കണ്ട്. വെള്ളത്തിലൊന്ന് ചാടി കുളിക്കാനൊരു ആഗ്രഹം. വെള്ളച്ചാട്ടം എവിടെ എന്നുള്ളത് സെക്കൻഡ് പാർട്ടിലൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ട് വരട്ടാ.